നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ തൃശൂർ സ്വദേശിയും ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ മരണമാണ് സ്ഥിരീകരിച്ചത്. മുപ്ലിയം പ്ലായിലപ്പാറ ഭാഗത്ത് കുറുമാലിപ്പുഴയിൽ ഉണ്ടായിരുന്ന മൺതിട്ട നീക്കം ചെയ്തു. ഇറിഗേഷൻ വകുപ്പാണ് മൺതിട്ട നീക്കം ചെയ്തത്. പറപ്പൂക്കര ആലത്തൂരിലെ JLG കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും CDS അംഗം പണം തട്ടിയെന്ന പരാതിയിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പറപ്പൂക്കര ആലത്തൂർ ശ്രീ നീതി സമര സമിതി കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യുമെന്നും യെച്ചൂരി. പുതുക്കാട് സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ആളപായമില്ല. ത്രിപുരയിലെ ഉദ്യോഗസ്ഥ സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലും ഘടക സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. പേവിഷബാധയ്ക്കെതിരെ വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി നടത്തി. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ തൃശൂർ സ്വദേശിയും ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ മരണമാണ് സ്ഥിരീകരിച്ചത്. മൃതദേഹം തിരിച്ചറിഞ്ഞതായി കുവൈറ്റിലുള്ള ബെൻ എന്ന സുഹൃത്ത് നാട്ടിൽ അറിയിക്കുകയായിരുന്നു. ബിനോയുടെ ചർച്ചിലെ പാസ്റ്ററായ കുര്യാക്കോസ് ചക്രമാക്കലിനെയാണ് കുവൈറ്റിൽ നിന്ന് സുഹൃത്ത് വിവരമറിയിച്ചത്. കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ ബിനോയിയെ കാണാനില്ലെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KV അബ്ദുൾ ഖാദർ അറിയിച്ചിരുന്നു. ബിനോയ് തീപിടുത്തം നടന്ന ഫ്ളാറ്റിലുണ്ടായിരുന്നു എന്നതായിരുന്നു സംശയം. 5 ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിലെത്തുന്നത്. തീപിടുത്തം നടന്ന ദിവസം രാവിലെ 2 മണിവരെ ഇദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാരും അറിയിച്ചിരുന്നു. കുവൈറ്റിലെത്തിയതിനു ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അപകടം നടന്നതിനു ശേഷം ബിനോയിയെക്കുറിച്ച് മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. വിവരങ്ങൾ നോർക്കയ്ക്ക് കൈമാറി നടത്തിയ അന്വേഷണത്തിലാണ് ബിനോയ് മരിച്ചതായി സ്ഥിരീകരിച്ചത്. പറപ്പൂക്കര പഞ്ചായത്തിലെ ആലത്തൂരിലെ JLG കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും CDS അംഗം പണം തട്ടിയെടുത്ത പരാതിയിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പറപ്പൂക്കര ആലത്തൂർ സ്ത്രീ നീതി സമര സമിതി കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കൊടകര മേൽപ്പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കൊടകര പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മനുഷ്യാവകാശ പ്രവർത്തക ബൽക്കിസ് ബാനു ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ നീതി സമര സമിതി ചെയർമാൻ സുമ സുധീർ കുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CK രാധാകൃഷ്ണൻ, സമിതി കൺവീനർ പ്രീത രാജൻ, സമിതി അംഗം കരിഷ്മ അജിത്, KPMS സംസ്ഥാന കമ്മിറ്റി അംഗം NK ചന്ദ്രൻ, ദിശ ജനറൽ സെക്രട്ടറി S കുമാർ അന്തിക്കാട്, തളിക്കുളം ജപ്തി വിരുദ്ധ ജനകീയ സമിതി ജില്ലാ കമ്മിറ്റി അംഗം ഷാൻ സിംഗ്, പരിസ്ഥിതി പ്രവർത്തകൻ കരീം K കുറാം, മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്യാമളൻ, പഞ്ചായത്ത് അംഗം TK സതീശൻ, BJP പ്രവർത്തകൻ ദീപക് എന്നിവർ പ്രസംഗിച്ചു. പണം തട്ടിയ സംഭവത്തിൽ മുൻ ബാങ്ക് മാനേജർ, മുൻ ബാങ്ക് സ്റ്റാഫ്, കുടുംബശ്രീ ചെയർപേഴ്സൺ, പോസ്റ്റ് വുമൺ, CDS ബ്ലോക്ക് കോർഡിനേറ്റർ എന്നിവരെ പ്രതി ചേർക്കണമെന്നും പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നും സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പോലീസും പ്രതികളും തമ്മിലുള്ള വിശുദ്ധബന്ധം അവസാനിപ്പിക്കുക. പോലീസ് നീതി പാലിക്കുക. കുടുംബശ്രീ തട്ടിപ്പ് അന്വേഷിക്കുക. പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബശ്രീ തട്ടിപ്പുമായി അന്വേഷണം നടത്താനായിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ 4 പരാതികൾ കൊടുത്തുവെങ്കിലും അത് അന്വേഷിക്കുകയുണ്ടായില്ല. പിന്നീട് നമ്മളിവിടെ വന്ന് CIനെ കണ്ട് വക്കീലുമായിട്ട് ഇതതിന് ശേഷം മാത്രമാണ് ഇവർ FIR ഫയൽ ചെയ്തത്. SCയെ പീഡിപ്പിച്ച ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കേസ് കൊടുത്തെങ്കിലും അത് അന്വേഷിച്ചില്ല. DYOC ഓഫീസിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ഇവർ അതൊരു അന്വേഷണത്തിന് തയ്യാറായത്. നമ്മൾക്ക് എന്തായാലും ഒരു നീതി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾക്ക് ഈ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടാവണം. എന്നാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം 3 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലമുള്ള ഈ പട്ടിണി പാവങ്ങളുടെ
കിടപ്പാടുമാണ് പോയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യുമെന്നും യെച്ചൂരി പറഞ്ഞു. ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയും. മൂന്നാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരല്ലെന്നും യെച്ചൂരി തൃശൂരിൽ പറഞ്ഞു. കുവൈറ്റിൽ മരിച്ചവർക്ക് സീതാറാം യെച്ചൂരി അനുശോചനവും രേഖപ്പെടുത്തി. That we said we will introspect and we will seriously discuss the matter. The Kerala Secretariat and the State Committee is meeting from the 16th of this month. They will make their review. On that basis, the Central Committee will also discuss this issue when it's meeting from the 28th of this month. So only after that we'll be able to come to an assessment. Yeah, whatever be the reasons, as I said, let that review be done and then we will come to the conclusions. As I told you, that is something is of concern and disappointment for us. So we will review that in our meetings and then we'll come to the conclusion. Well, we are part of the India grouping. So part of the India grouping and India bloc, I mean, this is a very strong presence now in the parliament. So it will be and it won't be so easy for Mr. Modi to browbeat everybody and bulldoze his own individual style of politics as well as policies. മുപ്ലിയം പ്ലായിലപ്പാറ ഭാഗത്ത് കുറുമാലി പുഴയിൽ ഉണ്ടായിരുന്ന മൺതിട്ട നീക്കം ചെയ്തു. ഇറിഗേഷൻ വകുപ്പാണ് മൺതിട്ട നീക്കം ചെയ്തത്. കടവിന് സമീപം രൂപം കൊണ്ട മൺതിട്ട പുഴയിൽ ഇടിച്ച് അലിയിച്ച് ഒഴുക്കിവിട്ടതോടെ കുറുമാലിപ്പുഴ സുഗമമായി ഒഴുകുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിലാണ് പ്ലായിലപ്പാറ ഭാഗത്ത് മരത്തടികളും മണ്ണും മറ്റും വന്നിടിഞ്ഞത്. തുടർന്നുള്ള വർഷങ്ങളിൽ മൺതിട്ട കൂടുതൽ വിസ്തൃതമായി. ഒപ്പം പുല്ലും ചെടികളും വളർന്ന് മഴ ശക്തമാവുന്ന ദിവസങ്ങളിൽ പുഴയുടെ ഒഴുക്ക് നഷ്ടപ്പെടുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്തിരുന്നു. ഇതുമൂലം മഴ ശക്തമാകുന്ന സമയങ്ങളിൽ പുഴയോരത്തെ വീട്ടുകാർ വീടൊഴിഞ്ഞു പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥാണ് മൺതിട്ട നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നത്. പഞ്ചായത്ത് ഓഫീസിലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലുമെല്ലാം ഇതുമായുള്ള പരാതിയുമായി മുന്നോട്ട് പോയിരുന്നു. ഒടുവിൽ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഈ വിഷയത്തിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടുകയും തുടർന്ന് തൃശൂർ ഇറിഗേഷൻ വകുപ്പ് അഡീഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R അജയ് കുമാർ 1 ലക്ഷം രൂപ വകയിരുത്തി പ്ലായിലപ്പാറയിലെ മൺതിട്ട നീക്കം ചെയ്യുന്നതിന് തീരുമാനമെടുക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM സ്മിജ, ഓവർസിയർ നകുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടന്നത്. പുതുക്കാട് സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 9:30 സംഭവം. എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് പോയിക്കൊണ്ടിരുന്ന വാനാണ് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന 2 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഡീസൽ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് പുതുക്കാട് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ KR സുജിത്തിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേന അംഗങ്ങൾ സ്ഥലത്തെത്തി. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ത്രിപുരയിലെ ഉദ്യോഗസ്ഥ സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലും ഘടക സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. ത്രിപുരയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ISO സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി കിലയിൽ പരിശീലനത്തിനെത്തിയ ത്രിപുര ഗവൺമെന്റ് സെക്രട്ടറി മറ്റു ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘമാണ് എത്തിയത്. സംസ്ഥാനത്ത് ആദ്യമായി ഘടക സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ISO നേടിയ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ചും ISO കരസ്ഥമാക്കിയതിനെ കുറിച്ചും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംഘം ചർച്ച നടത്തി. പേവിഷബാധ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസും പ്രത്യേക അസംബ്ലിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ജോൺ തുലാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ്, PTA പ്രസിഡന്റ് PC ജോസ്, MPTA പ്രസിഡന്റ് ജിൻസി ബിജു, അധ്യാപകരായ ജമ്മ വർഗീസ്, TJ അലീന, ജിബിൻ ജോൺ നീലങ്കാവിൽ എന്നിവർ പ്രസംഗിച്ചു. സെപ്റ്റംബർ മാസത്തിലാണ് ശരിക്കും ഈ ദിവസം വരുന്നത്, ആന്റി റാബീസ് ഡേ വരുന്നത്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചൊരു അവബോധം കുട്ടികൾക്ക് ഇന്ന് ധാരാളം പേവിഷബാധ ഏൽക്കുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ
ഉണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ പേപ്പട്ടി കടിച്ചാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്. ഇന്ന് ആന്റീസ് റാബീസ് ഡേ. ശരിക്കും നമ്മൾ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 22-നാണ്. അതിനു മുന്നോടിയായി ഒരു ബോധവൽക്കരണം നടത്താനാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പൊതുജനാരോഗ്യത്തിന് എക്കാലത്തും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റാബീസ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റിലെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു. യോഗം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞളി, കൺവീനർ രഞ്ജിമോൻ PG എന്നിവർ പ്രസംഗിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് KC ഗോപാലൻ, സെക്രട്ടറി സുമേഷ് നിവേദ്യം, ട്രഷറർ സജിത ഗോപിനാഥ്, വൈസ് പ്രസിഡന്റ് MG സുനിൽ, NK ബിജു, ജോയിന്റ് സെക്രട്ടറി സാബു ചെതലൻ, ലിൻസൺ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ MS രാമചന്ദ്രൻ, സുഷമ ഗോപാലൻ, സത്യൻ ചെമ്മണ്ടപ്പറമ്പിൽ, PY ബിജു, C ഗോപിനാഥൻ, NV വറുതൂട്ടി എന്നിവർ ഭാരവാഹികളായി പുതിയ ഭരണസമിതിയെയും തെരഞ്ഞെടുത്തു. അളകപ്പനഗറിൽ രണ്ടിടങ്ങളിൽ നിന്നായി മൂർഖൻ പാമ്പിനെയും മലമ്പാമ്പിന്റെ കുഞ്ഞിനെയും പിടികൂടി. പൂക്കോട് ബിജുവിന്റെ പശുഫാമിൽ നിന്നുമാണ് 5.5 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. അതിഥി തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വെണ്ടൂർ പുല്ലരിക്കൽ PN സുന്ദരന്റെ വീടിന്റെ ടെറസിൽ നിന്നും മലമ്പാമ്പിന്റെ കുഞ്ഞിനെ പിടികൂടി. ടെറസിൽ ചിരട്ട സൂക്ഷിച്ചിരുന്ന ചാക്കിൽ നിന്നുമാണ് മലമ്പാമ്പിനെ കണ്ടെത്തിയത്. വനം വകുപ്പിലെ സ്നേക്ക് റെസ്ക്യൂ ടീം അംഗങ്ങളായ രജീഷ് നന്ദിപുലവും സൗരവുമാണ് രണ്ടിടങ്ങളിൽ നിന്നും പാമ്പിനെ പിടികൂടിയത്. വനം വകുപ്പിന് കൈമാറിയ പാമ്പുകളെ ഉൾക്കാട്ടിലേക്ക് വിട്ടയച്ചു. SFIയുടെ നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ ക്യാമ്പയിന്റെ ഭാഗമായി പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ LP UP വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും SFI പുതുക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് ജിഷ്ണു ദേവ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SFI പുതുക്കാട് ലോക്കൽ പ്രസിഡന്റ് അതിരത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, കൊടകര ഏരിയ സെക്രട്ടറി ഷാനിദ്, പ്രസിഡന്റ് സൂര്യ, ലോക്കൽ സെക്രട്ടറി അജയ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, PTA ഭാരവാഹികൾ, അധ്യാപകർ എന്നിവർ സന്നിഹിതരായി. BKMU പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കപ്പ കൃഷി തുടങ്ങി. സംസ്ഥാന വ്യാപകമായി തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് തൊട്ടിപ്പാളിൽ കൃഷി ആരംഭിച്ചത്. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MR രവി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി PT കിഷോർ, മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, CPI ലോക്കൽ സെക്രട്ടറി R ഉണ്ണികൃഷ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറി PT വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു. KB പ്രദീപ് കുമാർ, AK ബാലൻ, സുഭാഷിണി രവി, MU ജോർജ്, ഉണ്ണി തൊട്ടിപ്പാൾ എന്നിവർ സന്നിഹിതരായി. തൃശൂർ പീപ്പിൾസ് തിയേറ്റർ അവതരിപ്പിക്കുന്ന വയസ്സന്മാർ എന്ന ലഘുനാടകം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ പ്രദർശിപ്പിക്കും. കഥാകൃത്ത് AK ശിവദാസന്റെ ശവക്കൂത്ത് എന്ന കഥാസമാഹാരത്തിലെ ഒരു രചനയാണ് വയസ്സന്മാർ. CK തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ED ഡേവിസ് അധ്യക്ഷത വഹിക്കും. ശശിധരൻ കളത്തിങ്കൽ, TV ബാലകൃഷ്ണൻ, AK ശിവദാസൻ, ജോൺ തോമസ്, AC ജോസ്, ജോസഫ് സോജൻ, PD പൗലോസ് എന്നിവർ പ്രസംഗിക്കും. രാജ്യത്ത് മൊബൈൽ ഫോൺ നമ്പറിന് പണം ഈടാക്കാൻ നിർദ്ദേശം. ടെലികോം റെഗുലേറ്ററായ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിന് സർക്കാർ അനുമതി ലഭിച്ചാൽ പുതിയ മൊബൈൽ ഫോൺ നമ്പറിനും ലാൻഡ് ലൈൻ നമ്പറുകൾക്കും പണം നൽകേണ്ടി വരും. ഫോൺ നമ്പർ പൊതുവിഭവമാണെന്നാണ് ട്രായുടെ നിരീക്ഷണം. കൂടാതെ മൊബൈൽ ഓപ്പറേറ്റർമാരിൽ നിന്നും നമ്പറിന് ചാർജ് ചുമത്തിയേക്കാം. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം വരുത്തുന്നതാണ് നടപടി. ഡാറ്റാ പ്ലാനുകൾക്ക് വില ഉയരാനും തീരുമാനം കാരണമാകുമെന്ന് വിശകലന വിദഗ്ധരും വ്യവസായ മേഖലയിലുള്ളവരും അഭിപ്രായപ്പെടുന്നു. സ്പെക്ട്രം പോലെ നമ്പറിംഗ് സ്പേസിന്റെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാണെന്നും ലൈസൻസുകളുടെ കാലയളവിൽ നിയുക്ത നമ്പർ റിസോഴ്സിന്റെ മേൽ മൊബൈൽ ഓപ്പറേറ്റർമാർക്ക് ഉപയോഗാവകാശം മാത്രമേ നൽകുന്നുള്ളൂവെന്നും ട്രായ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ പാസാക്കിയ പുതിയ ടെലികോം നിയമത്തിൽ ടെലികോം ഐഡന്റിറ്റി ഫയലുകൾ എന്നറിയപ്പെടുന്ന നമ്പറുകൾക്ക് ചാർജ് ചെയ്യാമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിരുന്നു. ഒന്നുകിൽ ഒരു നമ്പറിന് ഒറ്റത്തവണ ചാർജ് ഈടാക്കുകയോ അല്ലെങ്കിൽ വാർഷിക നിരക്ക് ഈടാക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രീകൃതമായി സർക്കാർ നടത്തുന്ന ലേലത്തിൽ നമ്പറിംഗ് സീരീസ് വാങ്ങി അനുവദിക്കുകയോ ചെയ്യാമെന്ന് ട്രായ് പറഞ്ഞു.
ഉപയോഗിക്കാത്ത നമ്പറുകൾക്ക് പിഴ ഈടാക്കാനും നിർദ്ദേശമുണ്ട്. ഉപയോഗമില്ലാത്ത നമ്പറുകൾ കൈവശം വെച്ചിരിക്കുന്ന ഓപ്പറേറ്റർമാർക്ക് പിഴ ചുമത്തുന്നതും പരിഗണിക്കുന്നുണ്ട്. മൊബൈൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ വരിക്കാരിൽ നിന്നോ ടെലിഫോൺ നമ്പറുകൾക്ക് ഫീസ് ഈടാക്കുന്ന നിരവധി രാജ്യങ്ങളെ ട്രായ് ഉദ്ധരിച്ചു. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ബെൽജിയം, ഫിൻലാൻഡ്, UK, ലിത്വാനിയ, ഗ്രീസ്, ഹോങ്കോങ്, ബൾഗേറിയ, കുവൈറ്റ്, നെതർലാൻഡ്സ്, സ്വിറ്റ്സർലാൻഡ്, പോളണ്ട്, നൈജീരിയ, ദക്ഷിണാഫ്രിക്ക, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ നമ്പറുകൾക്ക് പണം ഈടാക്കുന്നതായും ട്രായ് പറഞ്ഞു. ട്രായുടെ നീക്കത്തിനെതിരെ ഈ രംഗത്തെ വിദഗ്ധർ രംഗത്ത് വന്നു. ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ഭാരം ചുമത്തുന്നതാണ് നടപടിയെന്നും ഉപയോഗിക്കാത്ത നമ്പറുകൾക്ക് റീഫ്രഷിംഗ് കാലാവധി നൽകി വീണ്ടും അനുവദിക്കുകയാണ് പരിഹാരമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ടൂറിസം വകുപ്പിന്റെ കീഴിൽ തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 047223845253, മറ്റൊരു നമ്പർ 9447610223. തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 60% കുറയാതെയുള്ള സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് ബിരുദമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയം, യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം വെള്ളിയാഴ്ച തൃശൂർ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ രാവിലെ 10:30 നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ജില്ലയിൽ ഹോം ഗാർഡുകളെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10ാം ക്ലാസ്, നല്ല ശാരീരിക ക്ഷമത, ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, SNB, ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക, അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ്, ജയിൽ എന്നീ സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ചവരാകണം. ഇവരുടെ അഭാവത്തിൽ 7ാം ക്ലാസ് പാസ്സായവരെയും പരിഗണിക്കും. പ്രായപരിധി 35 വയസ്സിനും 58 വയസ്സിനും ഇടയ്ക്ക്. ശാരീരിക ക്ഷമത ടെസ്റ്റുകളിൽ വിജയിക്കണം. നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ജില്ലയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഓഫീസിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫോം മാതൃകയും ഇവിടെ ലഭിക്കും. അവസാന തീയതി ജൂലൈ 15. ഫോൺ 047224200183. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6615 രൂപയും പവന് 52,920 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ ആലങ്ങാട് അറക്കൽ അരവിന്ദാക്ഷൻ കൈമൾ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 പാറമേക്കാവ് ശാന്തിഘട്ടിൽ. കൈപ്പിള്ളി സുഭദ്രയാണ് ഭാര്യ. അംബിക, ഭാഗ്യലക്ഷ്മി, സുരേഷ് കുമാർ എന്നിവർ മക്കളും. അച്യുതൻ, ശശിധരൻ, മായ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ആലങ്ങാട് കൊച്ചുകുളം ആനന്ദൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. നന്ദിപുലം കുമരഞ്ചിറ മഠത്തിൽ സുശീലയുടെയും പരേതനായ വേങ്ങൂർ മേപ്പാത്ത് വീട്ടിൽ ശശിധരൻ ഇളയതിന്റെയും മകൻ ശ്രീവാസ് അന്തരിച്ചു. 35 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കുവൈറ്റിൽ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ മരണമടഞ്ഞവരിൽ തൃശൂർ സ്വദേശിയും ചാവക്കാട് തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ മരണമാണ് സ്ഥിരീകരിച്ചത്. മുപ്ലിയം പ്ലായിലപ്പാറ ഭാഗത്ത് കുറുമാലിപ്പുഴയിൽ ഉണ്ടായിരുന്ന മൺതിട്ട നീക്കം ചെയ്തു. ഇറിഗേഷൻ വകുപ്പാണ് മൺതിട്ട നീക്കം ചെയ്തത്. പറപ്പൂക്കര ആലത്തൂരിലെ JLG കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും CDS അംഗം പണം തട്ടിയെന്ന പരാതിയിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പറപ്പൂക്കര ആലത്തൂർ ശ്രീ നീതി സമര സമിതി കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28 ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യുമെന്നും യെച്ചൂരി. പുതുക്കാട് സിഗ്നലിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ആളപായമില്ല. ത്രിപുരയിലെ ഉദ്യോഗസ്ഥ സംഘം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലും ഘടക സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി.
പേവിഷബാധയ്ക്കെതിരെ വരന്തരപ്പള്ളി CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പെഷ്യൽ അസംബ്ലി നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.